ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായതോടെ വജ്രായുധങ്ങളെ ടീമിലെത്തിച്ച പ്രിയങ്ക ഗാന്ധി. മോദിയുടെ ടീമിന്റെ തന്ത്രങ്ങൾ ഒരുക്കിയ റോബിൻ ശർമ്മ പ്രിയങ്കയുടെ ടീമിലേക്ക് കൂടുമാറിയിരിക്കുകയാണ്. JDUവിന്റെ തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോറിന്റെ സിറ്റിസൺ ഫോർ അക്കൗണ്ടബിൾ ഗവർണേഴ്സിന്റെ ഭാഗമായിരുന്നു റോബിൻ ശർമ്മ. മോദിയെ 2014 വിജയിപ്പിക്കുന്നതിൽ നിർണായകമായത് റോബിൻ ശർമ്മയുടെ പങ്കാണ്. ക്യാമ്പയിൻ അഡ്വൈസർ റോബിൻ ശർമ്മ പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ അഡ്വൈസറായി നിയമിതനായിരിക്കുകയാണ്. BJPക്കും മോദിക്കും ഒരേപോലെ തിരിച്ചടിയാണ് ഇത്. 2014 മോദിയെ ജനപ്രിയനാക്കിയ ചായ് പേ ചർച്ചയുടെ ബുദ്ധികേന്ദ്രമായിരുന്നു റോബിൻ ശർമ്മ. എന്നാൽ മോദിയുടെ ടീമിൽ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം BJP ക്യാമ്പയിൻ വിട്ടത്. പിന്നീട് അദ്ദേഹം നിതീഷ് കുമാറിനൊപ്പമായിരുന്നു. നിതീഷിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചത് റോബിനായിരുന്നു. നിതീഷിന്റെ സൈക്കിൾ ക്യാമ്പയിൻ ഹർഘർ നിതീഷെ ഹർമൻ നിതീഷെ എന്ന റോബിന്റെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രചാരണം വൻ ഹിറ്റായിരുന്നു. ഗ്രൗണ്ട് റിപ്പോർട്ടുകളും ഗ്രാമസഭകളുമായി UPയിൽ കോൺഗ്രസിൽ പ്രിയങ്കയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയാണ് റോബിൻ ഇപ്പോൾ. പ്രിയങ്കയുടെ ടീമിലേക്ക് റോബിൻ ശർമ്മയെ കൂടാതെ കുറച്ചുപേർ കൂടി എത്തുന്നുണ്ട്. വരാദ് പാണ്ഡെയാണ് ഇതിൽ പ്രധാനി. മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശിന്റെ സ്പെഷ്യൽ അഡ്വൈസറാണ് പാണ്ഡെ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദധാരിയാണ് അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ വികസന പദ്ധതികൾ തയ്യാറാക്കിയത് വരാദ് പാണ്ഡെയാണ്. നിർമ്മൽ ഭാരത് അഭിയാൻ, UPA സർക്കാരിന്റെ കീഴിൽ ആധാർ G2P പേയ്മെന്റുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതികളും വരാദ് പാണ്ഡെയാണ് അവതരിപ്പിച്ചത്. ഇരുവരും പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഭാഗമാകുന്നതോടെ UPയിൽ പ്രിയങ്കയും കോൺഗ്രസും തരംഗം സൃഷ്ടിക്കുമെന്നാണ് അണികളുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് ബിഗ് 14. പിങ്കി അറബിക് സ്കാർഫ്, സ്ക്വയർ സ്കാർഫ്, റെഡി സ്കാർഫ്, ഹിജാബ്സ്, ബ്രൈഡൽ സ്കാർഫ് എന്നീ വിവിധ തരം സ്കാർഫുകൾ ഫ്രഞ്ച്, തുർക്കിഷ്, ഇറാൻ, കുവൈറ്റ് തുടങ്ങിയ ഡിസൈനുകളിൽ. പിങ്കി അറബിക് സ്കാർഫ്, ഫസ്റ്റ് ഫ്ലോർ, മരിയം ട്രേഡ് സെന്റർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. അതർ ബ്രാഞ്ച്, ഡയമണ്ട് ടവർ, ഉപ്പള.